സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു മണിരത്നം പടം ഒരു ആവറേജ് എന്ന് ഞാൻ പറയണത്. ആ കൂടി പോസിറ്റീവ് ഞാൻ പറയാം. സിനിമാറ്റോഗ്രഫി, ആക്ഷൻ, പിന്നെ ഉള്ളത് പാട്ട്. ഈ മൂന്ന് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളൂ. മുമ്പ് കമ്പയർ ചെയ്യണത് ഉറപ്പായിട്ടും മണിരത്നത്തിൻ്റെ പഴയ പടമായിട്ടാണ്. പഴയ പടം വെച്ച് നോക്കുകയാണെങ്കിൽ 10% പോലൊരു ഗ്യാങ്സ്റ്റർ പടം വെച്ച് നോക്കണമെങ്കിൽ ആവറേജ് ഉണ്ടാകും. മണിരത്നം പടം എന്താണോ അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് വരുന്നുണ്ട്, കാരണം സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സ്ലോ ആണ്. പിന്നെ ഡ്യൂറേഷനും കുറച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി, അത്രേ ഉള്ളൂ. കമൽഹാസൻ്റെ ഒക്കെ ആക്ടിങ്, ആ ഒരു മേക്കപ്പ് വർക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഗ്ലാമർ ഒന്നും പറയില്ല, അടിപൊളി. അത് ജസ്റ്റ് ഒരു ഡിലേ പോലെയൊക്കെ തോന്നി. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, കുഴപ്പമില്ല. നെഗറ്റിവിറ്റി എല്ലാവരും പറയുന്നതെന്ന് മനസ്സിലായില്ല, ഭയങ്കര ഡീസൻ്റ് പടമാണ്. കമൽഹാസൻ കിടുവല്ലേ നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. കമൽഹാസൻ കിടുവല്ലേ മൂവി സൂപ്പറായിരുന്നു. നമ്മൾ മ്യൂസിക് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, അടിപൊളി. ലാസ്റ്റ് വരെ ഇരുന്ന് കേട്ടുപോയി. ഫൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ഐഡിയൽ ആക്ഷൻ മൂവിയാണ്. കമൽഹാസൻ്റെ ഒക്കെ ആക്ടിങ്, ആ ഒരു മേക്കപ്പ് വർക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഗ്ലാമർ ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. ജോജുവിൻ്റെ അഭിനയം അടാറ്, ഒരു രക്ഷയില്ല, സൂപ്പർ അഭിനയമായിരുന്നു. പടം അടിപൊളിയാണ്, കുഴപ്പമില്ല. അത് ജസ്റ്റ് ഒരു ഡിലേ പോലെയൊക്കെ തോന്നി. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, കുഴപ്പമില്ല. കൊള്ളാം. സ്റ്റോറിയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയെല്ലാം ബെസ്റ്റാണ്. മണിരത്നം പടം എന്താണോ അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഏറെ ഹോളിവുഡ് സ്റ്റൈലാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, എല്ലാം ബെസ്റ്റായിട്ടുണ്ട്. സ്റ്റോറി മാത്രം വീക്ക്നെസ് ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഊസംസം പ്രതീക്ഷിക്കൽ ഇമോഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നെഗറ്റീവ് വരുന്നുണ്ട്, കാരണം സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സ്ലോ ആണ്. പിന്നെ ഡ്യൂറേഷനും കുറച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി, അത്രേ ഉള്ളൂ. ഒട്ടും പോരാ, കൊള്ളൂല ഒട്ടും കൊള്ളൂലായിരുന്നു, അത്രേ ഉള്ളൂ. ഡീസൻ്റ് മൂവി. ഇത്ര നെഗൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇത്രയും നെഗറ്റിവിറ്റി എല്ലാവരും പറയുന്നതെന്ന് മനസ്സിലായില്ല, ഭയങ്കര ഡീസൻ്റ് പടമാണ്. കണ്ടിരിക്കുന്ന പുള്ളിയുടെ മെയിൻ മണിരത്നം സാധനങ്ങളൊക്കെ തന്നെ നല്ല പടം, നല്ല ആവറേജ് പടമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. വലിയ ഗുണമില്ലായിരുന്നു, ആസ് എക്സ്പെക്റ്റഡ് അല്ല. പിന്നെ വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പ്രതീക്ഷിച്ചത്ര മാസമൊന്നുമില്ല, അങ്ങനെയില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. ആവറേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ്. ക്ലൈമാക്സ് സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു മണിരത്നം പടം ഒരു ആവറേജ് എന്ന് ഞാൻ പറയണത്. ആ കൂടി പോസിറ്റീവ് ഞാൻ പറയാം. സിനിമാറ്റോഗ്രഫി, ആക്ഷൻ, പിന്നെ ഉള്ളത് പാട്ട്. ഈ മൂന്ന് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളൂ, ബാക്കിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇന്റർവെൽ വരെ കണ്ടോണ്ടിരിക്കും, അതിനുശേഷം ബോറ്. അതിന് ഇന്റർവെൽ വരെ ഇഷ്ടപ്പെട്ടു, അതിനുശേഷം ബോറ്. മണിരത്നമൊക്കെ എന്തോ ചോദിച്ചത് ഏതിനാണെന്നറിയും.